മോദിയെ കാത്തിരിക്കുന്നത് നെഞ്ചെടുപ്പിന്റെ മണിക്കൂറുകളാണ്. വയനാട്ടിൽ നിന്നും ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ച് ഇന്ത്യൻ പാർലമെന്റിലേക്ക് കടന്നുവന്ന പ്രിയങ്കയുടെ സാന്നിധ്യമാണ് ഇനി മോദിയെ കീറി മുറിക്കാൻ പോകുന്നത്. ആ ഭയത്തിന്റെ ആരംഭമെന്നോണം ഇന്ന് മോദി കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നു കഴിഞ്ഞു. ജനങ്ങൾ തുടർച്ചയായി തള്ളിക്കളഞ്ഞവൻ അനാവശ്യമായി പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിനെ മോദി വിമർശിച്ചത്. ജനങ്ങൾ ഇവരുടെ പ്രവൃത്തികൾ കാണുന്നുണ്ട്. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട എംപിമാരാണ് ഈ നടപടി കാരണം ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നതെന്നും മോദി അതിദയനീയമായി പറഞ്ഞു. ഒന്ന് ഓർത്തു നോക്കൂ, 6 മാസം മുൻപ് നോക്കിലും വാക്കിലും ഒരു ഏകാധിപതിയെ അനുസ്മരിപ്പിക്കും വിധം കാട് കുലുക്കി നടന്ന മോദി ഇന്ന് പ്രതിപക്ഷത്തിന്റെ മുൻപിൽ വാവിട്ട് കരയുന്ന കാഴ്ചകളാണ് നാം കാണുന്നത്. പ്രിയങ്ക കൂടി പാർലമെന്റിൽ കാലുകുത്തുമ്പോൾ മോദിക്ക് ഓടി ഒളിക്കാൻ പുതിയ ഇടങ്ങൾ തേടേണ്ടി വരുമെന്നത് 100 തരം. മോദിയുടെ പുതിയ കരച്ചിൽ ഇങ്ങനെയാണ്: ജനങ്ങൾ തുടർച്ചയായി തള്ളിക്കളഞ്ഞവരാണ് പാർലമെന്റ് തടസ്സപ്പെടുത്തുന്നത്. ചില ആളുകൾ ഗുണ്ടായിസം കാണിക്കുകയാണ്. രാജ്യത്തെ ജനങ്ങൾ അവരുടെ എല്ലാ പ്രവൃത്തികളും കാണുന്നുണ്ട്. സമയമാകുമ്പോൾ അവർ ഇതിനെല്ലാം കൃത്യമായ ശിക്ഷ കൊടുത്തുകൊള്ളും. എന്നാൽ ഈ ഗുണ്ടായിസം കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പുതിയ ആശയങ്ങളോടെയും ഊർജത്തോടെയും പാർലമെന്റിലേക്ക് വരുന്ന പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എംപിമാരാണ്. ഒരു പാർട്ടിയുടെയും കാര്യമല്ല പറയുന്നത്, എല്ലാ പാർട്ടികളുടെയും അവസ്ഥ ഇതാണ്. ചില എംപിമാർക്ക് സംസാരിക്കാൻ പോലും അവസരം ലഭിക്കാറില്ല, മോദി പറഞ്ഞു. നിരന്തരം തിരസ്കരിക്കപ്പെട്ടവർ ജനാധിപത്യത്തിന്റെ ആത്മാവിനെ മാനിക്കുകയോ ജനങ്ങളുടെ അഭിലാഷങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുകയോ ചെയ്യുന്നില്ല. ജനങ്ങളോട് അവർക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല. അവർക്ക് ജനങ്ങളെ മനസ്സിലാക്കാനാകില്ല. അതിനാൽ അവർ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നുമില്ല. ഇന്ത്യയിലെ ജനം ജനാധിപത്യത്തോട് കടപ്പെട്ടിരിക്കുന്നവരാണ്. ജനാധിപത്യത്തോടും പാർലമെന്റിലെ പ്രവർത്തനങ്ങളോടും അർപ്പണബോധമുള്ളവരാണ്. പാർലമെന്റിൽ ഇരിക്കുന്നവർ ജനങ്ങളുടെ വികാരത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. അത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഓരോ വിഷയത്തിന്റെയും വിവിധ വശങ്ങൾ സഭയിൽ ആരോഗ്യകരമായ രീതിയിൽ ചർച്ച ചെയ്യാൻ ശ്രമിക്കണം. അടുത്ത തലമുറയും ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളും. ഈ സമ്മേളന കാലയളവ് വളരെ ഫലപ്രദമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്നും മോദി പറഞ്ഞു. ജനാധിപത്യത്തിന്റെ പേരിൽ മോദിയുടെ മുഴുനീളയുള്ള കണ്ണുനീർ കേട്ടാൽ തോന്നും പുതിയ എംപിമാരോടുള്ള കരുതലാണ് ഇതെന്ന്. ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ പരാജയമാണ് താനെന്ന തിരിച്ചറിവും ഭയവുമാണ് മോദിയുടെ ഈ കൈകൂപ്പിലുള്ള തുറന്നുപറച്ചിൽ.